ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ജൂൺ 15 ഇന്ന് ലോക കാറ്റ് ദിനം. പ്രകൃതിയിൽ ഏതെങ്കിലും പ്രദേശത്ത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മർദ്ദവ്യത്യാസമാണ് കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനുമൊക്കെ കാരണമാകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ചൂട് കൂടിയ വായു മുകളിലേക്ക് ഉയരുമ്പോൾ ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റിന് കാരണം. മിക്കപ്പോഴും കടലിലാണ് ഈ സാഹചര്യം പിറവിയെടുക്കുക. അപൂർവമായി കരയോട് ചേർന്നും ചുഴലിക്കാറ്റ് എന്ന സൈക്ലോൺ ഉണ്ടാകാറുണ്ട്. കടലിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം രൂപപ്പെട്ടാലുടൻ ചുറ്റുമുള്ള ഈർപ്പത്തെ കൂടി ഇതിലേക്ക് വലിച്ചെടുക്കാൻ വൃത്താകൃതിയിൽ കറങ്ങുന്ന ന്യൂനമർദ്ദ മേഖല ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വിപരീത ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഒരു ന്യൂനമർദ്ദ മേഖലയ്ക്ക് ചുറ്റുമായി സൈക്ലോൺ ചുറ്റിക്കൊണ്ടിരിക്കും. ഭൗമ ഉപരിതലത്തിലെ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ കറക്കം മൂലം ഇങ്ങനെ വ്യതിചലനം ഉണ്ടാകുന്നതിനെയാണ് കോറിയോലിസ് പ്രഭാവം എന്ന് വിളിക്കുന്നത്. സമുദ്ര ഉപരിതലത്തിൽ നിന്ന് ഉയരുന്ന നീരാവിയെയും അന്തരീക്ഷത്തിലെ ഈർപ്പത്തെയും ന്യൂനമർദ്ദ മേഖല അമ്മാനമാടാൻ തുടങ്ങും. ഇതോടെ ഈ മേഘപടലത്തിനുള്ളിൽ കാറ്റ് ശക്തമായി മുകളിലേക്കും താഴേക്കും വീശുകയും ക്രമേണ കാറ്റിൻ്റെ ഭാവം അതിരൂക്ഷമാവുകയും ചെയ്യും. വെള്ളവും കാറ്റും ഊർജവും ചേർന്ന് സൃഷ്ടിക്കുന്ന വലിയൊരു ബലതന്ത്ര പ്രക്രിയയാണ് സൈക്ലോൺ അഥവാ ചുഴലിക്കാറ്റ്. വമ്പൻ ഭൂകമ്പങ്ങൾ ഒഴിച്ചാൽ ഭൂമിയിൽ ഇത്രയധികം ഊർജം പുറത്തേക്ക് വിടുന്ന മറ്റൊരു പ്രതിഭാസമില്ല. പല അണുബോംബുകൾ പൊട്ടിയാൽ ഉണ്ടാകുന്ന അത്ര ഊർജമാണ് ഓരോ ചുഴലിയും കാറ്റായും മഴയായും മിന്നലായും പുറത്തേക്ക് വിടുന്നത്. കാറ്റിൻ്റെയും കാർമേഘങ്ങളുടെയും വിശാലമായ ഈ വലയത്തിന് 500 മുതൽ 1000 വരെ കിലോമീറ്ററാണ് പരിധി. അതായത് കൊൽക്കത്ത മുതൽ ചെന്നൈ വരെയുള്ള തീരത്തെ ബാധിക്കാവുന്ന അത്ര വൃത്ത പരിധിയിലേക്ക് വരെ വളരാൻ ഓരോ ചുഴലിക്കാറ്റിനും കഴിയും. അതിനാലാണ് അവയുടെ പ്രഹരശേഷി മാരകമാകുന്നത്. സൈക്ലോൺ അഥവാ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം കാറ്റിൻ്റെ വേഗം മുൻകൂട്ടി പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? കാറ്റിൻ്റെ ഈ വേഗത്തിനനുസരിച്ചാണ് നാശനഷ്ടങ്ങളുടെ സാധ്യത. മണിക്കൂറിൽ 20 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ വീശാൻ തുടങ്ങുന്ന കാറ്റ് 240 കിലോമീറ്റർ വേഗമുള്ള സൂപ്പർ സൈക്ലോണായി മാറാൻ വെറും 6-7 ദിവസം മതി. മേഘങ്ങളുടെ ഉയരം 10 മുതൽ 15 വരെ കിലോമീറ്ററാണ്. ഈ ചുഴലിക്കുള്ളിലെ മേഘപടലം മഴയായും അതിനുള്ളിലെ ചൂട് കാറ്റിൻ്റെ ഊർജ്ജ സ്രോതസ്സായി മാറും. ഭൂമധ്യരേഖയ്ക്കടുത്ത് സമുദ്രത്തിലാണ് ചുഴലിക്കാറ്റുകളുടെ പിറവി എന്ന് പറഞ്ഞല്ലോ. ഉഷ്ണമേഖലയിലെ സമുദ്രത്തിൽ നിന്ന് ധാരാളം വായു ചൂട് പിടിച്ച് നീരാവിക്കൊപ്പം ഉയർന്നു പൊങ്ങും. അപ്പോൾ ആ പ്രദേശത്ത് മർദ്ദം കുറയുന്നു, അഥവാ അവിടെ ന്യൂനമർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ കാറ്റ്, അതായത് വായു വീശുന്നു. ഈ വായു ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് വട്ടം ചുറ്റും. ക്രമേണ വലിയൊരളവ് വായു മുകളിലേക്ക് ചുഴറ്റി ഉയർത്തപ്പെടും. മുകളിലെ വായു കൊടുങ്കാറ്റായും താഴെയുള്ള തണുത്ത നീരാവി മഴയായും പെയ്യുകയും ചെയ്യും. ചുഴലിക്കാറ്റിനുള്ളിലെ ഏറ്റവും ഊർജം നിറഞ്ഞ ഭാഗമാണ് സൈക്ലോൺ ഐ എന്ന് പറയുന്നത്. ന്യൂനമർദ്ദങ്ങളുടെ കേന്ദ്രമാണ് ഈ ഐ അഥവാ കണ്ണ്. ഏറ്റവും മർദ്ദം കുറവുള്ള ഇവിടം താരതമ്യേന ശാന്തമായിരിക്കും. ഇതിന് ആദ്യം വ്യാസം കൂടുതലുണ്ടാകും, ക്രമേണ വ്യാസം കുറഞ്ഞു വരും. അത്യുഗ്ര ശക്തിയോടെ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന് നടുവിലെ തീർത്തും ശാന്തമായ ഈ കണ്ണ് പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. കണ്ണിനോട് ചേർന്നുള്ളതാണ് ഐ വാൾ. ഏറ്റവും ശക്തമായ കാറ്റുണ്ടാകുന്നത് ഇവിടെയാണ്. അതിശക്തമായ മഴയ്ക്കും മിന്നലിനും ഇത് കാരണമാകുന്നു. ചുഴലിക്കാറ്റിൻ്റെ തീവ്രത അനുസരിച്ച് 200 മുതൽ 1000-ലേറെ കിലോമീറ്റർ വരെ വ്യാസം ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. സൈക്ലോൺ ഐ എവിടെ കരയിലേക്ക് കയറുന്നോ അവിടെ ഗുരുതരമായ നാശനഷ്ടങ്ങളുണ്ടാകും. മരങ്ങളും കെട്ടിടങ്ങളും എന്ന് തുടങ്ങി തീവണ്ടിയെപ്പോലും ചുഴറ്റിയെറിയാൻ ഈ ചുഴലിക്കാറ്റുകൾക്ക് കഴിവുണ്ട്.
മഴക്കാലമായാൽ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണല്ലോ ന്യൂനമർദ്ദമെന്നത്. കാലാവസ്ഥ അറിയുന്നവരും ചിലപ്പോൾ അറിയാത്തവരും പലപ്പോഴും എടുത്തുപയോഗിക്കുന്ന വാക്കാണ് ഇത്. കനത്ത മഴയുണ്ടായാലും കാറ്റുണ്ടായാലും പ്രതി ന്യൂനമർദ്ദം തന്നെ. മഴയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒഴിവാക്കാനാവാത്ത ന്യൂനമർദ്ദം എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ മറ്റ് മേഖലകളേക്കാൾ മർദ്ദം കുറഞ്ഞ മേഖല എന്ന് ന്യൂനമർദ്ദത്തെ ഒറ്റ വാചകത്തിൽ നിർവചിക്കാം. സൂര്യതാപത്താൽ സമുദ്രത്തിലെ ജലം ചൂടുപിടിച്ച് നീരാവിയായി മുകളിലേക്ക് ഉയരും. ഉയർന്നു പോകുന്നതിനനുസരിച്ച് നീരാവി വെള്ളത്തുള്ളിയായി മാറും. അതോടെ അതിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരും. അപ്പോൾ അവിടെയുള്ള വായു വികസിച്ച് 4 വശത്തേക്കും നീങ്ങും. ഇങ്ങനെയാണ് ചുഴലിക്കാറ്റ് വലുതാകുന്നത്. മുകളിലേക്ക് ഉയരുന്ന വായുവിൻ്റെ താഴെ വിസ്തൃതമായ ഒരു പ്രദേശം ന്യൂനമർദ്ദ മേഖലയായി രൂപം കൊള്ളുന്നു. സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ കടലുകളിലാണ് ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുക. അന്തരീക്ഷത്തിൽ വായു സഞ്ചരിക്കുന്നത് മർദ്ദവ്യതിയാനം അനുസരിച്ചായിരിക്കുമല്ലോ. കൂടുതൽ മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് വായു വീശുന്നു. അതായത് കൂടിയ മർദ്ദമേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നു എന്നർത്ഥം. ശക്തി കൂടുന്നതിനനുസരിച്ച് ശക്തമായ ന്യൂനമർദ്ദം, തീവ്ര ന്യൂനമർദ്ദം, അതിതീവ്ര ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റ്, സൈക്ലോൺ, ശക്തമായ സൈക്ലോൺ, സൂപ്പർ സൈക്ലോൺ എന്നീ ഘട്ടങ്ങളിലേക്ക് ന്യൂനമർദ്ദം എത്തുന്നു. ചുഴലിക്കാറ്റും പേമാരിയുമൊക്കെ തിരിച്ചറിഞ്ഞ് വേണ്ട സുരക്ഷാ മുൻകരുതലെടുക്കാൻ ഇന്ന് മിക്ക രാജ്യങ്ങളിലും സംവിധാനമുണ്ട്. പരസ്പരം സഹകരിച്ചാണ് രാജ്യങ്ങളുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമാണ് IMD, അതായത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. മിക്ക സംസ്ഥാനങ്ങളിലും IMDക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മഴമാപിനികളും റഡാറുകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും ഉപഗ്രഹ സംവിധാനവും ഉൾപ്പെടെയുള്ള ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് IMDയുടെ പ്രവർത്തനം. ന്യൂനമർദ്ദ മേഖലകൾ ചുഴലിക്കാറ്റായി മാറും മുൻപ് തന്നെ റഡാറിൻ്റെയും ഉപഗ്രഹത്തിൻ്റെയും സഹായത്തോടെ തിരിച്ചറിയാനും മുന്നറിയിപ്പ് നൽകാനും IMDക്ക് കഴിയുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റ് രാജ്യങ്ങളോടും IMD പങ്കിടാറുണ്ട്. ആദ്യകാലങ്ങളിൽ കപ്പലുകളെ ഉലച്ച് ആഞ്ഞു വീശുന്ന ഭയങ്കരൻ കാറ്റുകൾക്ക് സ്വന്തം ഭാര്യമാരുടെ പേരിടുന്ന രീതി ചില ക്യാപ്റ്റന്മാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നീട് സ്ത്രീനാമങ്ങൾക്കായി പ്രചാരം. വർഷത്തിൽ ആദ്യം വീശുന്ന കാറ്റിന് A എന്ന അക്ഷരത്തിൽ തുടങ്ങി അക്ഷരമാല ക്രമത്തിൽ പേരിടുന്ന പതിവ് നിലവിൽ വന്നു. 1848 ഇംഗ്ലീഷ് കപ്പിത്താൻ ഹെൻറി പീഡിങ്ടൺ ആണ് സൈക്ലോൺ എന്ന പേര് നിർദ്ദേശിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല സൈക്ലോണുകൾ പലപ്പോഴായി വീശാൻ തുടങ്ങിയതോടെ ഓരോ കാറ്റിനെയും പേരിട്ട് വിളിക്കുന്ന രീതി നിലവിൽ വന്നു. ബ്രിട്ടീഷ് കാലാവസ്ഥാ നിരീക്ഷകനായ ക്ലെമന്റ് ലിൻലി ബ്രോഗ് ആണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന രീതി തുടങ്ങിയത്. സ്ത്രീകളുടെ മാത്രം പേര് ചുഴലിക്കാറ്റിന് ഇടുന്ന രീതി പിന്നീട് മാറി. പുരുഷനാമങ്ങളും പൊതുവായ പേരുകളും നൽകാൻ തുടങ്ങി. ചുഴലിക്കാറ്റിന് മനസ്സിൽ തോന്നിയ ഒരു പേരിട്ട് വിളിക്കാനൊന്നും പറ്റില്ല. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ ലോക കാലാവസ്ഥാ സംഘടനയാണ് ചുഴലിക്കാറ്റുകളുടെ പേരുകൾ അംഗീകരിക്കുക. സാർക്ക് രാജ്യങ്ങളുടെ കാലാവസ്ഥാ സംഘടനയിലെ അംഗരാജ്യങ്ങൾ ചുഴലിക്കാറ്റുകൾക്കിടാനുള്ള പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഗ്നി, ആകാശ്, ബിജിലി, ലഹർമേഘ്, സാഗർ, വായു എന്നിവയാണ് ചുഴലിക്കാറ്റുകൾക്കിടാനായി ഇന്ത്യ നിർദ്ദേശിച്ച പേരുകൾ. ഇനി ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനുള്ള ചില നിബന്ധനകൾ ഇതാണ്. മതവികാരങ്ങളെ വ്രണപ്പെടുത്താനോ ലിംഗപരമായ അസമത്വം സൃഷ്ടിക്കുന്നതോ ആയ പേരുകൾ പാടില്ല. ഏതെങ്കിലും വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതോ സംസ്കാരത്തിന് ചേരാത്തതോ ആയ പേരുകൾ ഒഴിവാക്കണം. ചുഴലിക്കാറ്റിൻ്റെ പേരിന് 8 അക്ഷരങ്ങളിൽ കൂടുതൽ ഉണ്ടാകരുത്. മറ്റൊരു രാജ്യത്തെ സൈക്ലോണിൻ്റെ പേരുമായി സാമ്യം പാടില്ല. ചുരുങ്ങിയതും പറയാൻ എളുപ്പവും ആയിരിക്കണം പേര്. മറ്റ് രാജ്യങ്ങളുടെ കൂടി അനുമതി ഉണ്ടെങ്കിലേ സൈക്ലോണിൻ്റെ പേരുകൾക്ക് അന്തിമ അംഗീകാരം ലഭിക്കുകയുള്ളൂ. കാറ്റിൻ്റെ വേഗവും സ്വഭാവവും കണക്കാക്കി 1 മുതലുള്ള നമ്പറിട്ട് ഓരോ തരം കാറ്റിനെയും വേർതിരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 100 വരെ കിലോമീറ്റർ വേഗമുള്ളവയാണ് കൊടുങ്കാറ്റ് എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്ന കാറ്റുകൾ. മണിക്കൂറിൽ 100-ൽ കൂടുതൽ കിലോമീറ്റർ വേഗമുള്ള കാറ്റുകൾ കാറ്റഗറി 3-ലാണ് ഉൾപ്പെടുക. ടെർണാഡോ എന്ന പ്രതിഭാസമാണ് ഏറ്റവും ശക്തിയേറിയതും വിനാശകരവുമായ കൊടുങ്കാറ്റ്. ടെർണാഡോയുടെ തീവ്രത അളക്കുന്ന സ്കെയിലാണ് ഫിജിത സ്കെയിൽ.
എഫ് സ്കെയിൽ എന്നും ഇതറിയപ്പെടുന്നു. മനുഷ്യൻ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും വൃക്ഷലതാദികൾക്കും ഉണ്ടാകുന്ന നാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ ഉപയോഗിച്ച് ടൊർണാഡോയുടെ തീവ്രത നിശ്ചയിക്കുക. കെത്സുയോ ടെഡ് ഫ്യൂജിത എന്ന ജപ്പാനീസ് അമേരിക്കൻ കാലാവസ്ഥാ നിരീക്ഷകനാണ് ഫ്യൂജിത സ്കെയിലിൻ്റെ ഉപജ്ഞാതാവ്. നമ്മുടെ ഗ്രഹമായ ഭൂമി മധ്യഭാഗം വീർത്ത ഗോളാകൃതിയിലാണെന്നറിയാമല്ലോ. ഈ ആകൃതി കാരണം ഭൂമധ്യരേഖയോട് അടുത്ത പ്രദേശങ്ങളിലാണ് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുക. ഈ പ്രദേശങ്ങളിലെ വായു സൂര്യപ്രകാശമേറ്റ് ചൂടുപിടിച്ച് ഉയരുന്നതോടെ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ വായു ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് സഞ്ചരിക്കും. ഇതാണ് വാണിജ്യവാദങ്ങൾ അഥവാ ട്രേഡ് വിൻഡ്സ് എന്നറിയപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ചരിവുള്ളതായി അറിയാമല്ലോ. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുകയാണ്. ചരിഞ്ഞ ഭൂമിയിൽ സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുന്ന സ്ഥലം സൂര്യനെ വലം വയ്ക്കുന്നതിനിടെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സൂര്യപ്രകാശം ഭൂമിയിൽ ഏൽക്കുന്ന സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണം. നമുക്ക് വേനൽ അനുഭവപ്പെടുന്ന സമയത്ത് സൂര്യൻ ഏകദേശം മധ്യ ഇന്ത്യയുടെ മുകളിലായിരിക്കും. ആ ഭാഗത്ത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നതിനാൽ അവിടങ്ങളിലെ വായു ചൂടുപിടിച്ച് ഉയരും. പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന ഈ ന്യൂനമർദ്ദ മേഖലയ്ക്ക് മൺസൂൺ ട്രഫ് എന്നാണ് പേര്. ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള തണുത്ത വായു തള്ളിക്കയറും. വടക്ക് കിഴക്കൻ വാണിജ്യവാദത്തിൻ്റെ ദിശ മാറി അത് തെക്ക് പടിഞ്ഞാറൻ കാറ്റായി മാറും. ഈ കാറ്റാണ് ഇന്ത്യയിലേക്ക് കാലവർഷം കൊണ്ടുവരുന്നത്. അതായത് കേരളത്തിൽ അത് ഇടവപ്പാതി എന്ന് പറയും. സഖ്യപർവ്വത നിരകൾ ഈ കാറ്റിനെ തടഞ്ഞു നിർത്തും. ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ജലബാഷ്പങ്ങളേറെയുള്ള ഈ വായുവാണ് കേരളമടങ്ങുന്ന തെക്കൻ തീരത്ത് മഴ ധാരാളമായി പെയ്യിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, തൈവാൻ, ജപ്പാൻ തുടങ്ങിയ മധ്യ കിഴക്കൻ ഏഷ്യകളുടെ മിക്ക ഭാഗത്തും മൺസൂൺ അനുഭവപ്പെടാറുണ്ട്. കനത്ത നാശം വിതച്ച് കടന്നു പോകുന്ന കൊടുങ്കാറ്റുകളെയും ഭൂകമ്പത്തെയും അതിജീവിക്കുന്ന വീടുകളും സ്ഥാപനങ്ങളും നിർമ്മിക്കാൻ നിരന്തരം പരീക്ഷണം നടത്തുന്നവരാണ് ജപ്പാൻകാർ. 2010 ജപ്പാൻകാർ വിചിത്രമായ ഒരു പരീക്ഷണം നടത്തി. വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി അവർ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് വീടുകളുടെ ഉറപ്പ് പരിശോധിച്ചു. ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാൻഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, ബിൽഡിംഗ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഡിസൈൻ പ്രൊവിൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് കൊടുങ്കാറ്റ് നിർമ്മിക്കാനുള്ള ഭീമൻ സ്റ്റിമുലേറ്റർ നിർമ്മിച്ചത്. അതിശക്തമായ കാറ്റ് സൃഷ്ടിക്കാൻ ഈ സ്റ്റിമുലേറ്ററിനാവും. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അറബിക്കടലിലും തീരപ്രദേശങ്ങളിലും മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്നതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കുക. ഇത്തരം മുന്നറിയിപ്പുകൾ പലപ്പോഴും പത്രങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ടാകും. വളരെ സങ്കീർണമായ പ്രക്രിയ വഴിയാണ് കാറ്റുകളുടെ ഈ പ്രവചനം സാധ്യമാകുന്നത്. വ്യത്യസ്ത മർദ്ദ മേഖലകളുടെ സ്ഥാനം, അവയുടെ പരസ്പരമുള്ള ഇടപെടൽ, കൊറിയോലിസ് ബലം എന്ന പ്രത്യേക പ്രതിഭാസം എന്നിവയെല്ലാം പരിശോധിച്ചാണ് കാറ്റിൻ്റെ ഗതിയും വേഗവും നിർണ്ണയിക്കുക. കോറിയോലിസ് ബലം നിമിത്തം ചുഴലിക്കാറ്റുകളുടെ ഗതി ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഉത്തരാർദ്ധഗോളത്തിൽ വിപരീത ഘടികാര ദിശയിലുമായിരിക്കും ഉണ്ടാവുക. പണ്ടുകാലത്ത് കാറ്റുകളുടെ പ്രവചനം വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ ഇന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെയും മറ്റും സഹായത്തോടെ ഏതാണ്ട് കൃത്യമായ പ്രവചനം സാധ്യമാണ്. ഏത് പ്രദേശത്ത് ഏത് സമയത്ത് എത്ര വേഗത്തിൽ കാറ്റ് വീശിയടിക്കും എന്നൊക്കെ ഇന്ന് പ്രവചിക്കാൻ കഴിയും. 2014 ഇന്ത്യയിലും നേപ്പാളിലുമായി വീശിയടിച്ച ഹുദ്ഹുദ് ചുഴലിക്കാറ്റ് ഇതിന് ഉദാഹരണമാണ്. ആന്ധ്രാപ്രദേശിലൂടെയും മറ്റുമാണ് ആ കാറ്റ് കടന്നുപോയത്. അത് സഞ്ചരിക്കുന്ന പ്രദേശങ്ങളും കാറ്റിൻ്റെ വേഗവുമൊക്കെ അന്ന് ഏതാണ്ട് കൃത്യമായി പ്രവചിക്കാൻ സാധിച്ചു. ഇതുമൂലം മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.